നമസ്കാരം. പ്രധാന വാർത്തകൾ. ബജറ്റ് ഷൊർണൂർ മണ്ഡലത്തിന് ഒന്നുമില്ലാത്തതിൽ പ്രതികരിച്ച് പി മമ്മിക്കുട്ടി എംഎൽഎ. ബജറ്റിന് മുമ്പ് പുതിയ പ്രപ്പോസൽ സമർപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന എംഎൽഎ. തുടർ ചർച്ചകളിൽ പദ്ധതി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കഴിയുമെന്നും എംഎൽഎ. UDF ഭരിക്കുന്ന തച്ചമ്പാറ പഞ്ചായത്തിൽ വൻ സാമ്പത്തിക തിരിമറി. 13 ലക്ഷത്തോളം രൂപ ക്രമവിരുദ്ധമായി മാറ്റിയെന്ന് കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 താൽക്കാലിക ജീവനക്കാരെ ജോലിയിൽ നിന്ന് മാറ്റി. പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും അനുമതിയില്ലാതെ ഫണ്ട് വകമാറ്റാൻ ആവില്ലെന്ന് പ്രതിപക്ഷം. ചെർപ്പളശ്ശേരിയിലെ ഗതാഗത പരിഷ്കരണം. പഴയ ബസ് സ്റ്റാൻഡ് അടച്ചതോടെ ദുരിതത്തിലെന്ന വ്യാപാരികൾ. ബസ്സുകൾ ഇതുവഴി വരാൻ നടപടി ആവശ്യപ്പെട്ട നഗരസഭയ്ക്ക് നിവേദനം നൽകി. കടകൾ അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലെന്നും വ്യാപാരികൾ. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് നടപ്പിലാക്കാൻ പോകുന്ന സമഗ്ര ആസ്തി വിവര ഡിജിറ്റൽ സർവേയെ ചൊല്ലി വിവാദം. സർവേ പഞ്ചായത്ത് ഫണ്ട് ദുരുപയോഗം ചെയ്യാനെന്ന മുൻ പഞ്ചായത്ത് അംഗം കെ കോയ. എല്ലാ ചട്ടങ്ങളും പാലിച്ചു മാത്രമേ പദ്ധതി നടപ്പാക്കൂ എന്ന് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ. ഒറ്റപ്പാലത്തുകാർ കാത്തിരുന്ന ഫിലിം സിറ്റി കൊച്ചിയിലേക്ക്. ബജറ്റിൽ കൊച്ചിയിൽ പദ്ധതി പ്രഖ്യാപിച്ചതോടെ ഒറ്റപ്പാലത്തിന് നിരാശ. 2012 ബജറ്റിൽ ഒറ്റപ്പാലത്ത് പ്രഖ്യാപിച്ച പദ്ധതിയാണ് സ്ഥലം കണ്ടെത്തിയിട്ടും നടക്കാനാവാതെ പോകുന്നത്. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ യാത്രക്കാർക്ക് ആശ്വാസം. ഓങ്ങല്ലൂരിലെ തകർന്ന സർവീസ് റോഡ് പുനർനിർമ്മിച്ച് പാത ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ചരക്ക് വാഹനങ്ങൾക്ക് പാതയിൽ നിയന്ത്രണം തുടരും. വാർത്തകൾ വിശദമായി. ബജറ്റ് ഷൊർണൂർ മണ്ഡലത്തിന് ഒന്നുമില്ലാത്തതിൽ പ്രതികരണവുമായി പി മമ്മിക്കുട്ടി എംഎൽഎ. ബജറ്റിന് മുമ്പ് പുതിയ പ്രപ്പോസൽ സമർപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നില്ലെന്ന് എംഎൽഎ പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയായുള്ള ബജറ്റായതിനാൽ പദ്ധതികളിലല്ല സമീപനത്തിൽ മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളതെന്നും തുടർ ചർച്ചകളിൽ പദ്ധതികൾ ആവശ്യപ്പെടാവുന്നതേയുള്ളൂ എന്നും എംഎൽഎ പറഞ്ഞു. അവഗണന എന്ന് പറയാനാവില്ലെന്നും എംഎൽഎ വ്യക്തമാക്കി. നമ്മൾ കഴിഞ്ഞ തവണ ബഡ്ജറ്റ് ഇടതുപക്ഷ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ പ്രപ്പോസലുകൾ കൊടുത്തിരുന്നു. അതിൽ കുറേ പ്രപ്പോസലുകൾ അംഗീകരിച്ചിട്ടുണ്ട്. അംഗീകരിക്കപ്പെട്ട പ്രപ്പോസലുകളിൽ ഇപ്പോൾ ഭേദഗതി മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നാണ് അവർ പൊതുവെ പറയുന്നത്. കാരണം നിലവിലുള്ള MLA കൊടുത്തത് അവർ MLA വീണ്ടും വന്നവർ MLA മാറി വന്നിടത്തൊക്കെ ചില രൂപത്തിലുള്ള കാര്യങ്ങൾ ഭേദഗതികളൊക്കെ വരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നീക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ബഡ്ജറ്റിൽ പ്രപ്പോസൽ കൊടുക്കണമെന്ന് നമ്മളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ബഡ്ജറ്റ് വരുന്നുണ്ട്, സാധാരണ അങ്ങനെ പറയും, ബഡ്ജറ്റിൻ്റെ പ്രപ്പോസലുകൾ ഉണ്ടെങ്കിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രപ്പോസൽ സമർപ്പിക്കണമെന്ന് സാധാരണ റൂട്ടീനായിട്ട് എല്ലാ വർഷവും പറയുന്ന രീതിയിൽ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നൊരു വിവരം കിട്ടിയിരുന്നു റോഡുകളുടെ കാര്യത്തിൽ. അപ്പോൾ ആ റോഡുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് 5-6 റോഡുകളുടെ പ്രപ്പോസൽ നമ്മളുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബഡ്ജറ്റ് വരുന്നുണ്ട്. ബഡ്ജറ്റിലാകെ ഒരു മാറ്റം വരുത്തുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ആ ബഡ്ജറ്റിൽ ചില സമീപനങ്ങൾ മാറ്റം വരുത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രപ്പോസൽ കൊടുത്തതൊക്കെ തന്നെ കിട്ടുന്നതാണ് ഇപ്പോൾ പല ആളുകൾ ധാരണ. പ്രപ്പോസൽ കൊടുത്തു തന്നെയുണ്ട്. പ്രപ്പോസൽ ചോദിച്ചാലല്ലേ പ്രപ്പോസൽ കൊടുക്കുക. പ്രപ്പോസൽ കൊടുക്കണല്ലോ. ബഡ്ജറ്റിൻ്റെ സമയം വരുമ്പോൾ പ്രപ്പോസൽ കൊടുക്കാൻ വേണ്ടി പറയും. ആ പ്രപ്പോസൽ മാത്രമല്ല, മറ്റു രൂപത്തിൽ MLA ആസ്തി വികസന ഫണ്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത്ര കോടി രൂപയുടെ നിർദ്ദേശങ്ങൾ തരണമെന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നിർദ്ദേശം കൊടുക്കുക. ബഡ്ജറ്റ് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് കൊടുക്കുക. അപ്പോൾ അതിൽ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവതരിപ്പിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട പദ്ധതികൾ, ആ പദ്ധതികൾ തുടർന്നും ഈ ബഡ്ജറ്റിലും അംഗീകരിക്കപ്പെട്ടു എന്നാണ് പറയാനുള്ളത്. ആളുകൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഷൊർണൂർ മണ്ഡലത്തിന് ഒന്നും ഇടതുപക്ഷ മണ്ഡലമാണല്ലോ, അപ്പോൾ ഭരണം മാറിയല്ലോ. അപ്പോൾ ഈ ഭരണം മാറിയതിന്റെ ഫലമായിട്ട് ഈ മണ്ഡലത്തിന് പുതിയ പദ്ധതികളൊന്നും അനുവദിക്കുക ഒരു അവഗണന ഉണ്ടായോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അവഗണന ഉണ്ടായി തന്നെയല്ലേ ഞാൻ പറഞ്ഞേ. പദ്ധതി സമർപ്പിക്കാത്തതുകൊണ്ട് കിട്ടിയില്ല എന്നുള്ള പറഞ്ഞതിന് ന്യായമില്ല. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഇതിനെ സംബന്ധിച്ച് അല്ലാതെ തന്നെ ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന ആവശ്യപ്പെട്ട പദ്ധതികളുണ്ട്. പ്ലാനിംഗ് ബോർഡ് മുഖേന തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന പദ്ധതികളുണ്ട്. നിലവിൽ ഓൺഗോയിങ് ആയിട്ടുള്ള പദ്ധതികളുണ്ട്. ഇതൊക്കെ തന്നെ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിലേതെങ്കിലും പദ്ധതികൾ അവർക്ക് ഉൾപ്പെടുത്താലോ. അത് ഉൾപ്പെടുത്തിയിട്ടില്ല. 55 ബഡ്ജറ്റ് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡിസ്കഷൻ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും അതിൽ ആവർത്തിച്ച് നമുക്ക് ആവശ്യം ഉന്നയിക്കാം. അത് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഡിസ്കഷൻ കഴിഞ്ഞ് മറുപടി പറയുമ്പോൾ അത്തരം പദ്ധതികളെ സംബന്ധിച്ച് അവർ പരിഗണിക്കുന്നതാണെങ്കിൽ പരിഗണിക്കാം. UDF ഭരിക്കുന്ന തച്ചമ്പാറ പഞ്ചായത്തിൽ സാമ്പത്തിക തിരിമറി കണ്ടെത്തി. 13 ലക്ഷത്തോളം രൂപ ക്രമവിരുദ്ധമായി മാറ്റിയെന്നാണ് കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 താൽക്കാലിക ജീവനക്കാരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും അനുമതിയില്ലാതെ ഫണ്ട് വകമാറ്റാൻ ആവില്ലെന്ന് പ്രതിപക്ഷം. അതേസമയം സംഭവത്തോട് പ്രതികരിക്കാൻ ഭരണസമിതി തയ്യാറായില്ല.
2025-26 സാമ്പത്തിക വർഷത്തെ വാർഷിക ധനകാര്യ പത്രിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി നടന്ന പരിശോധനയിലാണ് തിരിമറി ശ്രദ്ധയിൽപ്പെട്ടത്. 15ലേറെ ഇടപാടുകളിലൂടെ 13 ലക്ഷത്തോളം രൂപ അനധികൃതമായി കൈമാറിയെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഈ ഗ്രാമസ്വരാജ് വഴി പഞ്ചായത്ത് നടത്തിയ പണമിടപാടിലാണ് അസ്വാഭാവികതയുള്ളത്. പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ നടത്തിയ പരിശോധനയിൽ തുക ജീവനക്കാരിയുടെ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് പോയതായി കണ്ടെത്തി. ഇത്തരത്തിൽ പണമിടപാട് നടത്താൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും അധ്യക്ഷന്റെയും അനുമതി വേണം. പഞ്ചായത്ത് സെക്രട്ടറിയുടെയും അധ്യക്ഷന്റെയും അനുമതിയും അറിവുമില്ലാതെ ഡിജിറ്റൽ ഒപ്പ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയെന്ന് കാണിച്ച് കല്ലടിക്കോട് പോലീസിൽ പഞ്ചായത്ത് സെക്രട്ടറി പരാതി നൽകി. ബന്ധപ്പെട്ട വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന 2 താൽക്കാലിക ജീവനക്കാർക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് വരുന്ന ബാങ്കിലെ അക്കൗണ്ട് പഞ്ചായത്തിലെ അക്കൗണ്ടന്റ് പരിശോധിച്ചപ്പോഴാണ് പണം പിൻവലിച്ചതായി അറിയുന്നത്. എന്നാൽ കെ-സ്മാർട്ടിൽ ഇതിന്റെ ഇടപാടുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത്തരത്തിൽ കെ-സ്മാർട്ടിൽ ഇടപാടുകൾ വരാതെ ഗ്രാമസ്വരാജ് വഴി മാത്രം ഇടപാട് നടത്തിയതിൽ അസ്വാഭാവികതയുണ്ട്. വാർഷിക ധനകാര്യ പത്രിക പൂർത്തീകരിക്കാൻ കഴിയാത്തതിനാൽ ഈ വർഷത്തെ വാർഷിക ധനകാര്യ പത്രിക സമർപ്പിക്കാൻ കഴിയാത്തതും സാഹചര്യം ഗുരുതരമാക്കും. ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് സെക്രട്ടറി പരാതി നൽകിയത്. അതേസമയം ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ജോസഫ് തയ്യാറായില്ല. പഞ്ചായത്ത് തിരിമറിയിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് CPM ആവശ്യപ്പെട്ടു. ചെർപ്പളശ്ശേരിയിലെ ഗതാഗത പരിഷ്കരണത്തിൽ ദുരിതത്തിലായി വ്യാപാരികൾ. ബസ് സർവീസുകൾ പൂർണ്ണമായും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റിയതോടെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഈച്ച പോലും കയറുന്നില്ല എന്ന് വ്യാപാരികൾ പറയുന്നു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നഗരസഭയിലെത്തി നിവേദനം നൽകി. അവർ ആദ്യം ഒരു നിർദ്ദേശങ്ങൾ വെച്ച് കോഴിക്കോട് പാലക്കാടും പെരിന്തൽമണ്ണയും ബസ് മാത്രം വന്ന് പോകാനാണ്. ഞങ്ങളതിനോട് ചോദിച്ചവരല്ലേ, നിങ്ങളെ ബുദ്ധിമുട്ടി പറയാനേ യോജിക്കുമല്ലോ. പിന്നെ മുഴുവൻ അങ്ങോട്ട് പോയാൽ അങ്ങനെ തറക്കാം. നമ്മളിവിടെ നിർദ്ദേശം വെച്ചത് എന്താ, ബസ്സുകാരെ പ്രശ്നം പറഞ്ഞപ്പോൾ നിർദ്ദേശം വെച്ചാണ് പെരിന്തൽമണ്ണയും പാലക്കാടും ബസ് അവിടെ ബാക്കിയുള്ള ഒരുപടിയാണെന്നാൽ കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞ അംഗീകരിച്ചാണ്. അതെന്തുകൊണ്ടാ ഞങ്ങൾ ഈ നാട്ടിൽ ഇവിടെ എല്ലാവരും അംഗീകരിച്ച് പോകുന്നവരുണ്ട്. നാട്ടിൽ ഒരു വികസനം വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ബസ്സിന് മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടേ പോകുള്ളൂ പറഞ്ഞാൽ ബസ്സിന് പറഞ്ഞ് കേൾക്കാൻ ഞങ്ങൾ നടക്കില്ല. ഞങ്ങൾ പറഞ്ഞു അപകട ഭീഷണിയെ തുടർന്ന് ചെറുപ്പളശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് അടച്ചതോടെ കാര്യമായ മാറ്റങ്ങളാണ് ചെറുപ്പളശ്ശേരി ടൗണിൽ സംഭവിച്ചത്. ബസ് സർവീസുകൾ പൂർണ്ണമായും പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചായതോടെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരം വിജനമായ സ്ഥിതിയാണ്. ഇതോടെ ഈ ഭാഗങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ബിസിനസ് ഗണ്യമായി കുറഞ്ഞു എന്നാണ് വ്യാപാരികൾ പറയുന്നത്. പലരും വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്നാൽ 10 രൂപയുടെ കച്ചവടം പോലും നടക്കാത്ത അവസ്ഥയാണ് 1 മാസത്തോളമായി നേരിടുന്നത് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇതിന് പരിഹാരമായി ബസ് സർവീസുകൾ പൂർണ്ണമായും പുതിയ ബസ് സ്റ്റാൻഡിൽ ഒതുക്കാതെ ടൗണിൽ വന്ന് തിരിച്ചു പോകുന്ന സമ്പ്രദായത്തിലേക്ക് ട്രാഫിക് സംവിധാനം കൊണ്ടുവരണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് പലതവണ മുനിസിപ്പാലിറ്റിയിൽ കയറിയിറങ്ങിയിട്ടും പരിഹാരമാവാത്തതിനെ തുടർന്നാണ് വ്യാപാരികൾ കൂട്ടമായി നഗരസഭയിലെത്തി നിവേദനം നൽകിയത്. ഞങ്ങൾ കഴിഞ്ഞ 30-ാം തീയതി ആണ് പുതിയ ട്രാഫിക് പരിഷ്കരണം ഇവിടെ ചെർപ്പളശ്ശേരി ടൗണിൽ നടപ്പിലാക്കിയത്. അതിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു തീരുമാനം വളരെ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായൊരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഈ കച്ചവടക്കാർ ചെർപ്പളശ്ശേരി മുനിസിപ്പാലിറ്റിയായിട്ടും ടൗൺ നവീകരണമായിട്ടും ഇതിനു മുമ്പേ റോഡ് പണി ഉണ്ടായിരുന്ന സമയത്തൊക്കെ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ സഹകരിച്ചൊരു വിഭാഗമാണ് ഞങ്ങൾ. അത് ഞങ്ങൾക്ക് ഈ അങ്ങാടിയുമായി ഉപജീവനം നടത്തേണ്ടതിൻ്റെ കാര്യം അറിയുന്നതുകൊണ്ടാണ്. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ വളരെ മാന്യമായി ഇവിടുത്തെ അധികൃതർ ആരാണോ അവരോട് അതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായി 1-ാം തീയതിക്ക് മുമ്പ് ടൗണിലെ തിരക്ക് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് വളരെ ധൃതി പിടിച്ച് ഉള്ളൊരു മീറ്റിംഗ് 28-ാം തീയതി വിളിക്കുകയും 30-ാം തീയതി അത് നടപ്പിലാക്കുകയും ചെയ്തു. 31-ാം തീയതി തന്നെ കച്ചവടക്കാരൻ അതിൻ്റെ അപകടം മനസ്സിലാക്കി. കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണവാട്ടി ടെക്സ്റ്റൈൽസിൻ്റെയും മുനിസിപ്പൽ ഓഫീസിൻ്റെയും ഇടയിലുള്ള ഈ റോഡിൻ്റെയും ഇടയിലുള്ള മുഴുവൻ കച്ചവടക്കാരും വലിയ പ്രയാസത്തിലായി എന്ന് ഞങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് 31-ാം തീയതി തന്നെ അധികൃതരോട് ഞങ്ങൾ സംഘടന എന്നുള്ള നിലക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷണമാണ് നടത്തിയത്, അതുകൊണ്ട് ആ പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, ആ പരീക്ഷണം നമുക്ക് മാറ്റി ചിന്തിക്കണം എന്ന് വളരെ സൗഹാർദ്ദപരമായി നമ്മൾ പറഞ്ഞതാണ്. ഇത് കഴിഞ്ഞ 22 ദിവസമായി വ്യാപാരികളും വ്യാപാരി പ്രതിനിധികളും ഇവിടെ വന്ന് പറയുക എന്നല്ലാതെ ഒരു മാറ്റവും ഈ സംവിധാനത്തിലില്ല. മാത്രമല്ല ഇത് അടുത്തൊന്നും മാറുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ കാണില്ല. കാരണം ഏതെങ്കിലും ഒരു നീക്കം യോഗം വിളിക്കുകയോ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാനുള്ള സംവിധാനമോ കാണാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ ആ ഏരിയക്കുള്ളിലുള്ള കച്ചവടക്കാരാണ്. അവരെയും കൂട്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്.
ഇതിൻ്റെ ഗൗരവം ഇന്ന് അധികൃതർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ടൗണുമായി ബന്ധപ്പെട്ട് ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആളുകളെയും വിളിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്നുള്ള ഉറപ്പാണ് ഇന്ന് നൽകിയത്. വിഷയത്തിൽ നഗരസഭാ അധികൃതർ ഗൗരവതരമായി ഇടപെടുമെന്ന് ഉറപ്പു നൽകിയതായും അല്ലാത്തപക്ഷം പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറിയും ചെർപ്പുളശ്ശേരി യൂണിറ്റ് പ്രസിഡന്റുമായ KA ഹമീദ് പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ പോകുന്ന സമഗ്ര ആസ്തി വിവര ഡിജിറ്റൽ സർവേയെ ചൊല്ലി വിവാദം. സർവേ പഞ്ചായത്ത് ഫണ്ട് ദുരുപയോഗം ചെയ്യാനാണെന്ന് മുൻ പഞ്ചായത്ത് അംഗം K. കോയ. എന്നാൽ എല്ലാ ചട്ടങ്ങളും പാലിച്ചും ചർച്ചകൾ നടത്തിയും മാത്രമാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകൂ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ പറഞ്ഞു. നിലവിലുള്ള താമസ വാണിജ്യ കെട്ടിടങ്ങളുടെ അളവ് ചുരുക്കി കാണിക്കുന്നത് വഴി വ്യാപകമായ നികുതി നഷ്ടം സംഭവിക്കുന്നുണ്ടെന്നും ഡിജിറ്റൽ സർവേയിലൂടെ ഇത് പരിഹരിക്കാമെന്നുമാണ് ഭരണസമിതിയുടെ വാദം. എന്നാൽ കെട്ടിടങ്ങളുടെ അനധികൃത രൂപമാറ്റം കൊണ്ട് മാത്രമല്ല ഈ ന്യൂനത സംഭവിച്ചത്. സോഫ്റ്റ്വെയർ എൻട്രി അപ്ഡേഷനിൽ ജീവനക്കാർക്ക് വന്ന ശ്രദ്ധക്കുറവും ഇതിന് കാരണമാണെന്ന് മുൻ പഞ്ചായത്ത് അംഗം K. കോയ ആരോപിക്കുന്നു. പഞ്ചായത്ത് രേഖകളിൽ നിന്ന് അധികമായി കാണുന്ന സ്ഥലത്തിന് മാത്രം നേരിട്ട് നികുതി ചുമത്താൻ കഴിയില്ല. രൂപമാറ്റം നടത്തിയതിനുള്ള പെർമിറ്റ് ഫീ, അതിൻ്റെ പിഴ, കെട്ടിട നിർമ്മാണ ക്ഷേമനിധിയിലേക്ക് അടയ്ക്കേണ്ട തുക എന്നിവ ഈടാക്കിയാൽ മാത്രമേ നികുതി നിശ്ചയിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പോലുള്ള സംവിധാനം കൊണ്ടുവരണം. കഴിഞ്ഞ ഭരണസമിതി ഇത്തരമൊരു സർവേ നടത്തിയെങ്കിലും KPBR ചട്ടങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയാത്തതിനാൽ നടപടി ഉപേക്ഷിക്കുകയാണുണ്ടായത്. സർവേക്കായി ചെലവാക്കുന്ന 14 ലക്ഷം രൂപ ഇതോടെ നഷ്ടത്തിലാകും. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പണി നൽകാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഈ സർവേയെന്നും K. കോയ ആരോപിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ഒരു ഡിജിറ്റൽ സർവേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. 14 ലക്ഷം രൂപയാണ് അതിൻ്റെ ചിലവ് കണക്കാക്കുന്നത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ എന്ന് മാത്രമല്ല പല പഞ്ചായത്തുകളിലും നിലവിലുള്ള ബിൽഡിങ്ങുകൾ അതിൻ്റെ പകുതി അല്ലെങ്കിൽ 1/4 ഭാഗം എന്ന നിലയിലാണ് നികുതി അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവിച്ചത് 2 തരത്തിലാണ്. ഒന്ന്, സോഫ്റ്റ്വെയറിൽ എൻട്രി അപ്ഡേറ്റ് ചെയ്തപ്പോൾ പഞ്ചായത്ത് ജീവനക്കാരിൽ വന്ന വളരെ ഗുരുതരമായ പിഴവ് ഒന്ന്. 2, ആദ്യം ഒരു നില സ്ഥാപിക്കുകയും അല്ലെങ്കിൽ കെട്ടുകയും അതിനുശേഷം പണവും സൗകര്യവും ഉണ്ടാകുമ്പോൾ 2ഉം 3ഉം നിലകൾ കെട്ടുകയും അതിന് ആദ്യത്തെ വിസ്തീർണത്തിന് അല്ലെങ്കിൽ ഏരിയയ്ക്ക് മാത്രം നികുതി അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ഭരണസമിതി ഈ കാര്യത്തിൽ സർവേ നടത്തിയതാണ്. അവർക്ക് സർവേ നടത്താൻ പോകുന്ന കുട്ടികൾക്ക്, എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്കും അതേപോലെ തന്നെ മറ്റ് അഭ്യസ്ത വിദ്യരായ മറ്റു കുട്ടികളെയും ചേർത്ത് നിർത്തി അവർ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും സമൂലമായ ഒരു സർവേ നടത്തിയ റിപ്പോർട്ട് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലുണ്ട്. പക്ഷേ അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് അന്നത്തെ സെക്രട്ടറി പറഞ്ഞത്. അത് നടപ്പിലാക്കണമെങ്കിൽ ഈ KPBR റൂൾ പറയുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്ത് അവരിൽ നിന്ന് ഭീമമായ ഒരു സംഖ്യ സർക്കാരിലേക്ക് അടപ്പിച്ച് ക്ഷേമനിധിയിലേക്ക് അടപ്പിച്ചതിന് ശേഷം മാത്രമേ അത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ പഞ്ചായത്തിലെ റോഡുകൾ, ജലാശയങ്ങൾ, തെരുവ് വിളക്കുകൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഡ്രോൺ ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃത്യമായി രേഖപ്പെടുത്താനാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നതെന്ന് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ പറഞ്ഞു. 2ാം ഘട്ടമായി വീടുകളുടെ വിവരശേഖരണം, സാമൂഹ്യ സാമ്പത്തിക വിവരങ്ങൾ, വീടുകളുടെ രൂപമാറ്റം, തറ വിസ്തീർണത്തിൽ വന്ന മാറ്റം എന്നിവയും രേഖപ്പെടുത്തും. ഇതിനുള്ള പ്രാരംഭ നടപടികൾ മാത്രമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ സംസ്ഥാനത്ത് 200ഓളം പഞ്ചായത്തുകളിൽ ഇത്തരത്തിൽ സർവേ നടക്കുന്നുണ്ട്. സർക്കാർ നിശ്ചയിച്ച തുക മാത്രമാണ് ഇതിനായി നൽകുന്നത് എന്നും പദ്ധതിക്കായി കരകുളം ഏജൻസി, ഊരാളുങ്കൽ സൊസൈറ്റി എന്നീ 2 സംഘടനകളെയാണ് പരിഗണിച്ചിരുന്നതെന്നും അതിൽ നിന്നാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാർ നൽകിയതെന്നും പ്രസിഡന്റ് പറഞ്ഞു. സർവേ പ്രവർത്തനം സംബന്ധിച്ച് വീഡിയോ പ്രദർശനം നടത്തുക മാത്രമേ നടന്നിട്ടുള്ളൂ എന്നും എല്ലാവരുമായി കൃത്യമായി ചർച്ച ചെയ്ത ശേഷമാണ് തീരുമാനമെടുത്തതെന്നും പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ വ്യക്തമാക്കി. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ മിനി മാസ്റ്റ്, ഹൈ മാസ്റ്റ് ലൈറ്റുകളുണ്ട്, തെരുവുവിളക്ക് സ്ഥാപിച്ച ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട്, അതോടൊപ്പം തന്നെ വെയിറ്റിംഗ് ഷെഡുകളുണ്ട്, ബസ് ഷെൽട്ടറുകളുണ്ട്, ബസ് സ്റ്റാൻഡ് ഉണ്ട്, അങ്ങനെ പൊതു ഇടങ്ങളുണ്ട്. ഇവയെ സംബന്ധിച്ചെല്ലാമുള്ള വളരെ വ്യക്തവും ആധികാരികവുമായിട്ടുള്ള രേഖ പലതും അപ്ഡേറ്റ് അല്ല ഗ്രാമപഞ്ചായത്തിൽ എന്ന പരിമിതി ഇപ്പോൾ നിലനിൽക്കുന്നു. കേരളത്തിലാകെ ഇത്തരം ഏജൻസികൾക്ക് അക്രഡിറ്റഡ് ഏജൻസി എന്ന രീതിയിൽ ഏജൻസികൾക്ക് ഇത്തരം ഒരു സ്ക്വയർ കിലോമീറ്ററിന് ഇത്ര രൂപയാണ് ആസ്തി സർവേക്ക് വേണ്ടി അനുവദിക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഇത്തരം സർവേകളെല്ലാം നടത്തുമ്പോൾ അതിനാവശ്യമായ തുക വരും. അതോടൊപ്പം തന്നെ വീടൊന്നിന് നമ്മൾ ഇത്തരം സർവേ നടത്താൻ ഇത്ര രൂപ വരും. അങ്ങനെ ആ രീതിയിലുള്ള സർക്കാർ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള, സർക്കാർ അംഗീകൃത ഏജൻസി ആയിട്ടുള്ള ഒരു സംവിധാനത്തെയാണ് ഗ്രാമപഞ്ചായത്ത് ഇതിൽ ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്.
നിലവിൽ ഗ്രാമപഞ്ചായത്ത് ഊരാളുങ്കൽ സൊസൈറ്റിയുമായിട്ട് യാതൊരുവിധ കരാറുകളിലും ഏർപ്പെട്ടിട്ടില്ല. അത് ഏർപ്പെടണമെങ്കിൽ അവരുടെ പ്രവർത്തനം എന്തെന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പലരും കാള വെറ്റു എന്ന് പറയുമ്പോഴേക്ക് കയറെടുത്ത അനുഭവം നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ കൃത്യമായി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് മാത്രമേ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകൂ എന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു രീതിയാണ്. അത് പ്രവർത്തന രംഗത്ത് ഞങ്ങൾ കൃത്യമായി ആ രീതിയിൽ തന്നെ പോകും. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനത്തിൽ പങ്കാളികളാവാൻ മന്ത്രി എൻ ഷംസുദ്ദീന്റെ ആഹ്വാനം. പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോഷിന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് നടത്തിയ അവലോകനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ അഭിമുഖീകരിക്കുന്ന വളരെ ഗുരുതരമായ ചില പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. ഷിഗല്ല പാലക്കാട് ജില്ലയിലും 3 നിലവിൽ 3 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡെങ്കു ഫീവർ, ഡെങ്കിപ്പനി വളരെ വ്യാപകമായിട്ടുണ്ട്. നമുക്ക് മണ്ണാർക്കാട് വെച്ചാണ് സംസാരിക്കുന്നത്. മണ്ണാർക്കാട്ടെ സ്ഥിതി ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഇതുമായി എല്ലാവരും സഹകരിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ, നമ്മുടെ ഹോട്ടലുകൾ, ഷോപ്പുകൾ, അങ്ങനെ എല്ലാവരും ഈ നിർദ്ദേശങ്ങളുമായി സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തെ പ്രതിരോധിക്കാനും രോഗവ്യാപനം തടയാനും അപകടങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ ഇതിലൊന്ന് ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ 4 ആഴ്ചത്തെ ഒരു പ്രവർത്തന പദ്ധതിയാണ്. ഇത് ഡ്രൈ ഡേ ക്യാമ്പയിനാണ്. ജില്ലയിൽ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായി ഡ്രൈ ഡേ ആചരിക്കേണ്ടതാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും സ്കൂളുകൾ, ശനിയാഴ്ചകളിൽ സ്ഥാപനങ്ങൾ, സർക്കാർ ഇതര വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ, ഞായറാഴ്ചകളിൽ വീടുകളിലും കൊതുക് കൂത്താടി നിയന്ത്രണ പരിപാടികൾ ചെയ്യേണ്ടതാണ്. ഈ വെള്ളം ഒഴിവാക്കുക, അങ്ങനെ ഡ്രൈ ഡേ സാധാരണ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ അതിലൊരു ജാഗ്രത കാണിക്കണം. വാർഡ് തലത്തിൽ ഡെങ്കിപ്പനി പ്രതിരോധ സമിതി രൂപീകരിച്ച് ആരോഗ്യ സേന സജ്ജമാകണം. ആശാ, കുടുംബശ്രീ, NGO, സിവിൽ ഡിഫൻസ് ക്ലബ്ബുകൾ, ഡ്രൈ ഡേ യൂണിയനുകൾ, ഹരിതകർമ്മസേന തുടങ്ങിയവരുടെ പങ്കാളിത്തം ഈ കാര്യത്തിൽ ഉറപ്പാക്കണം. മലയാള സിനിമയുടെ തറവാട് എന്നറിയപ്പെടുന്ന ഒറ്റപ്പാലത്തിന് വീണ്ടും ഒരു ബജറ്റ് നിരാശ. വർഷങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്ത് പ്രഖ്യാപിച്ച് പിന്നീട് ചുവപ്പുനാടയിൽ കുരുങ്ങിയ ഫിലിം സിറ്റി പദ്ധതി ഒടുവിൽ കൊച്ചിയിലേക്ക് കൂടുമാറുന്നു. ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ JC ഡാനിയൽ രാജ്യാന്തര ഫിലിം സിറ്റി പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തിയതോടെയാണ് ഒറ്റപ്പാലത്തിന്റെ വലിയൊരു സിനിമാ സ്വപ്നത്തിനുമേൽ കരിനിഴൽ വീഴുന്നത്. സിനിമയുടെ ഈറ്റില്ലമായ ഒറ്റപ്പാലത്തെ പാടെ അവഗണിച്ച് കൊച്ചിയിലേക്ക് പദ്ധതി മാറ്റിയതിലുള്ള വലിയ നിരാശയിലാണ് ഇപ്പോൾ നാട്ടുകാരും ചലച്ചിത്ര പ്രേമികളും. ഭാരതപ്പുഴയുടെ തീരങ്ങളും, വരിക്കാശ്ശേരി മന, പോഴത്തുമന, പനയൂരിലെ കുന്നത്ത് വീട്, കവളപ്പാറ കൊട്ടാരം, കീഴൂർ ഗ്രാമം തുടങ്ങിയ പ്രകൃതി ഭംഗിയും പൈതൃകവും നിറഞ്ഞ ലൊക്കേഷനുകളും കൊണ്ട് സിനിമാക്കാരുടെ പ്രിയപ്പെട്ട തട്ടകമാണ് ഒറ്റപ്പാലം. ഈ സാധ്യതകൾ മുന്നിൽ കണ്ടാണ് 2011-16 കാലത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2012 ബഡ്ജറ്റിൽ ഒറ്റപ്പാലം ഫിലിം സിറ്റി പദ്ധതി ഉൾപ്പെടുത്തിയത്. 17.5 കോടി രൂപയായിരുന്നു അന്ന് പദ്ധതിക്കായി വകയിരുത്തിയിരുന്നത്. അന്നത്തെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ, പ്രശസ്ത സംവിധായകൻ IV ശശി തുടങ്ങിയവർ ഒറ്റപ്പാലത്തെത്തി പ്രാഥമിക പഠനങ്ങളും നടത്തിയിരുന്നു. അന്നത്തെ ഒറ്റപ്പാലം MLA M ഹംസിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രാഥമിക പരിപാടികൾ പുരോഗമിച്ചിരുന്നത്. ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്തെ കണ്ണിയമ്പുറത്ത് ജലവിഭവ വകുപ്പിന്റെ കീഴിലുള്ള വിശാലമായ സ്ഥലം പദ്ധതിക്കായി കണ്ടെത്തുകയും ചെയ്തു. ചിത്രീകരണത്തിന് പുറമെ ഡബ്ബിംഗ് ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഫിലിം സിറ്റിയായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. ഔദ്യോഗിക സന്ദർശനങ്ങളും ചർച്ചകളും സജീവമായി നടക്കുന്നതിനിടയിലാണ് പിന്നീട് ഭരണമാറ്റമുണ്ടാകുന്നത്. ഇതോടെ ഫിലിം സിറ്റി പദ്ധതി പൂർണ്ണമായും പെരുവഴിയിലായി. ഫിലിം സിറ്റി പദ്ധതി എവിടെയെന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് പകരമായി അതേ സ്ഥലത്ത് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ 2 തിയേറ്ററുകൾ അടങ്ങുന്ന സമുച്ചയം നിർമ്മിക്കുമെന്ന പുതിയ വാഗ്ദാനം വരികയും സിനിമാ പ്രേമികളെ ഇത് വീണ്ടും മോഹിപ്പിക്കുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഫിലിം സിറ്റിയും വന്നില്ല, തിയേറ്റർ സമുച്ചയവും യാഥാർത്ഥ്യമായില്ല. ഒറ്റപ്പാലം സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനാണ്. കാരണം ഇവിടെ കുറേ തറവാടുകളും മനകളും ഭാരതപ്പുഴയും കൊണ്ട് അനുഗ്രഹീതമാണ് ഒറ്റപ്പാലം.
ഇവിടെ ഒരു ഫിലിം സിറ്റി 2011-16 കാലഘട്ടത്താണെന്ന് എൻ്റെ ഓർമ്മ. അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 2012 ബഡ്ജറ്റിൽ നമ്മുടെ ഒറ്റപ്പാലം ഫിലിം സിറ്റിക്ക് വേണ്ടിയിട്ട് തുക അനുവദിച്ചിരുന്നു. ഏറെക്കാലം അതിൻ്റെ പഠനം അന്ന് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ MD ആയിരുന്ന ശ്രീ രാജമോഹൻ ഉണ്ണിത്താനും അതുപോലുള്ള ആൾക്കാരൊക്കെ വന്ന് ഒരുപാട് പഠനങ്ങൾ നടത്തി. അന്ന് M. ഹംസ MLA ഒറ്റപ്പാലത്ത് MLA ആയിരുന്ന കാലഘട്ടമായിരുന്നു അത്. പിന്നീട് അത് നിരവധി പഠനങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായി. അതിനുശേഷം മാറി വന്ന ഗവൺമെൻറ് അവിടെ 2 തിയേറ്ററുകൾ പണിയാം എന്നാണ് പിന്നെ അവസാനമായിട്ട് തീരുമാനിച്ചത്. പിന്നീട് ഇതാ ഇപ്പോൾ പുതിയ ബഡ്ജറ്റിൽ ഒറ്റപ്പാലം ഫിലിം സിറ്റി കൊച്ചിയിലേക്ക് JC ഡാനിയലിൻ്റെ പേരിൽ പറിച്ചു നടാൻ പോവുകയാണെന്നാണ് കേൾക്കുന്നത്. അതിൽ ഒറ്റപ്പാലത്തുകാർക്ക് വളരെ വിഷമമുണ്ട്. കാരണം ഇവിടെ ഒരു ചലച്ചിത്ര സംസ്കാരം വളരെ കാലമായിട്ട് തന്നെ ഇവിടെ രൂപം കൊണ്ടിരുന്നു എന്നുള്ളതാണ്. പദ്ധതിക്കായി കണ്ടെത്തിയ കണ്ണിയമ്പുറത്തെ ജലവിഭവ വകുപ്പിന്റെ ഭൂമി ഇപ്പോൾ പൂർണ്ണമായും കാടുപിടിച്ചു കിടക്കുകയാണ്. ഒരാടംപാലം മാനന്തമംഗലം ബൈപ്പാസ് പദ്ധതിക്ക് പുറമെ പെരിന്തൽമണ്ണയുടെ ആരോഗ്യ, വിദ്യാഭ്യാസ, ഗ്രാമീണ, റോഡ് വികസന മേഖലകൾക്കും വലിയ പ്രാധാന്യമാണ് ഇത്തവണത്തെ സർക്കാർ ബജറ്റിൽ ലഭിച്ചത്. നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്കായി 22.75 കോടി രൂപയാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരാടംപാലം മാനന്തമംഗലം ബൈപ്പാസ് പദ്ധതി കൂടാതെ പെരിന്തൽമണ്ണയുടെ ആരോഗ്യ, വിദ്യാഭ്യാസ, ഗ്രാമീണ, റോഡ് വികസന മേഖലകളും സംസ്ഥാന സർക്കാർ ബജറ്റിൽ പരിഗണിച്ചു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ മോഡുലാർ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് 3 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. പുലാമന്തൂൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിനായി 2 കോടി രൂപയും മേലാറ്റൂർ മിനി സ്റ്റേഡിയം നവീകരണത്തിന് 50 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മലയോര മേഖലകളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി വിവിധ റോഡുകൾക്കും തുക അനുവദിച്ചിട്ടുണ്ട്. ചെറുകര ഗേറ്റ് പാറയ്ക്കൽ മുക്ക് റോഡിനായി 2 കോടി രൂപയും അമ്പലംകുന്ന് എടായിക്കൽ ഒടമല റോഡിന് 1 കോടി രൂപയും മങ്കട കമ്പിമല പള്ളിപ്പടി പെരുമ്പറവ് റോഡുകൾക്ക് 50 ലക്ഷം രൂപ വീതവും മല്ലിക്കട പള്ളി റോഡിന് 25 ലക്ഷം രൂപയും അനുവദിച്ചവയിൽ ഉൾപ്പെടുന്നു. പെരിന്തൽമണ്ണ മാനത്തുമംഗലം കക്കൂത്ത് ബൈപ്പാസ് നവീകരണം പൂർത്തിയാക്കുന്നതിനായി 2 കോടി രൂപയും ബജറ്റിൽ പ്രഖ്യാപിച്ചതായി നജീബ് കാന്തപുരം MLA അറിയിച്ചു. പെരിന്തൽമണ്ണയ്ക്ക് തന്നെ ഏതാണ്ട് 12 കോടിയുടെ പുതിയ പദ്ധതികൾ വേറെയും വരുന്നുണ്ട്. ഹോസ്പിറ്റലിന് 3 കോടി രൂപ വരുന്നുണ്ട്. നമ്മുടെ മാനത്തുമംഗലം ഐഷ കോംപ്ലക്സ് മുതൽ ചില്ലീസ് വരെയുള്ള ബൈപ്പാസിന് 2 കോടി പുതുതായിട്ട് വരുന്നുണ്ട്. ചെറുകരക്കുള്ള പുതിയ റോഡിന് 2 കോടി വരുന്നുണ്ട്. നേരത്തെ കൊടുത്ത 5.25 കോടി രൂപയുടെ വികസന പ്രവർത്തനം വരുന്നുണ്ട്. ഇതൊക്കെ 10-12 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ വേറെയും വരുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ എല്ലാം പ്രധാനമായി ഇത് ബഹുമാന്യനായ മുഖ്യമന്ത്രി തൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ നിയമസഭയ്ക്ക് അകത്ത് വെച്ച് ഇത് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പെരിന്തൽമണ്ണക്കാർക്ക് ഇത്രയേറെ സന്തോഷിക്കാനുള്ള ഒരു അവസരം വേറെ ഇല്ല. ഈ ഒരു കഠിനാധ്വാനത്തിന് എന്നെ പ്രാപ്തമാക്കിയത് പെരിന്തൽമണ്ണയിലെ ജനങ്ങളാണ്. അവർ നൽകിയ വോട്ടാണ്, അവർ നൽകിയ സ്നേഹമാണ്, അവരുടെ പിന്തുണയാണ്. ഈ 32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനുള്ള എൻ്റെ സമ്മാനമാണ് ഈ ബൈപ്പാസ്. പട്ടാമ്പി ഷൊർണൂർ പാതയിലെ മഞ്ഞളുങ്കൽ പാടത്തെ സർവീസ് റോഡിന്റെ തകർച്ച പരിഹരിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ചരക്ക് വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം പാതയിൽ തുടരും. പട്ടാമ്പി ഷൊർണൂർ പാതയിലെ ഓങ്ങല്ലൂർ മഞ്ഞളുങ്കൽ പാടത്തെ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച സർവീസ് റോഡാണ് 4 ദിവസം മുൻപത്തെ മഴയിൽ ഇടിഞ്ഞത്. തുടർന്ന് തോട്ടിലെ വെള്ളം ഒഴുകിപ്പോകാൻ റോഡ് വെട്ടിപ്പൊളിച്ചുള്ള പ്രവൃത്തികളും ഇവിടെ നടപ്പാക്കി. ഇതോടെയാണ് പാതയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചത്. വലിയ കോൺക്രീറ്റ് പൈപ്പുകൾ എത്തിച്ച് വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കി മുകളിൽ നിരപ്പാക്കിയാണ് ഇപ്പോൾ സർവീസ് റോഡിന്റെ പുനർനിർമ്മാണം നടത്തിയിരിക്കുന്നത്. തുടർന്ന് ശനിയാഴ്ച രാവിലെയാണ് പാത ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. അതേസമയം ചരക്ക് വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം തുടരും. നിലവിൽ പാതയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷാമം പാലം നിർമ്മാണം വൈകാൻ കാരണമായെന്നാണ് അധികൃതരുടെ വിശദീകരണം. പാതയിലെ ഗതാഗത നിയന്ത്രണം യാത്രക്കാരെ വലിയ തോതിലാണ് വലച്ചത്. ഇവിടത്തെ പ്രവർത്തികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് മുഹമ്മദ് മുഹസിൻ MLA കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രിയെ കണ്ട് നിവേദനം നൽകിയിരുന്നു. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്.
പകർച്ചവ്യാധി പ്രതിരോധ നടപടികളുടെ ഭാഗമായി കരിമ്പുഴ പഞ്ചായത്തിൽ കെ പ്രേംകുമാർ MLA നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. പഞ്ചായത്ത് ഹാളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. ക്യാമ്പിൽ വച്ച് സൗജന്യ ലാബ് പരിശോധനയും മരുന്ന് വിതരണവും ഉണ്ടായിരിക്കും. ക്യാമ്പിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് കെ പ്രേംകുമാർ MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും യോഗം ചേർന്നു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന് പുറമെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും ക്യാമ്പിൽ പങ്കെടുക്കാമെന്നും ക്യാമ്പിലേക്ക് ആളുകളെ എത്തിക്കാൻ വിപുലമായ പ്രചാരണം നൽകണമെന്നും MLA യോഗത്തിൽ നിർദ്ദേശിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P. അശോകൻ, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു കരിയോട്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മോഹനൻ, KT രാമചന്ദ്രൻ എന്നിവരും പഞ്ചായത്തിലെ മറ്റ് ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. വിവിധ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ മെഡിക്കൽ ഓഫീസർമാർ, ആരോഗ്യ പ്രവർത്തകർ, രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവരും യോഗത്തിന്റെ ഭാഗമായി. മഴക്കാല രോഗങ്ങളും മറ്റ് പകർച്ചവ്യാധികളും പടരുന്ന സാഹചര്യത്തിൽ കരിമ്പുഴയിലെയും സമീപ പഞ്ചായത്തുകളിലെയും ജനങ്ങൾ ക്യാമ്പ് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് MLAയും പഞ്ചായത്ത് പ്രസിഡന്റും അഭ്യർത്ഥിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് MLA എന്ന നിലയിൽ നേതൃത്വം നൽകി പെരിന്തൽമണ്ണ EMS ആശുപത്രി സഹകരണ ആശുപത്രിയുടെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. സൗജന്യ മെഡിക്കൽ ക്യാമ്പിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാനും അതിൻ്റെ ചുമതലകൾ വിഭജിച്ച് നൽകാനും വേണ്ടിയാണ് ഒരു ആലോചനാ യോഗം ഇന്ന് രാവിലെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ചേർന്നത്. എന്നോടൊപ്പം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ഷീബ പാട്ടത്തൊടിയുമുണ്ട്. രാവിലെ 9 മണിക്ക് ക്യാമ്പ് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ രജിസ്ട്രേഷൻ, തുടർന്ന് പഞ്ചായത്തിൻ്റെ മുകളിലുള്ള ഈ ഹാളിൽ 4 ഡോക്ടർമാർ ഉൾപ്പെടുന്ന EMS ഹോസ്പിറ്റലിലെ സംഘം അവരുടെ പരിശോധനയ്ക്കുള്ള സംവിധാനം, ഫാർമസി, വളരെ അത്യാവശ്യം വരുന്നവർക്ക് ലാബ് സംവിധാനം ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ടാണ് ക്യാമ്പ് നടത്തുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഞായറാഴ്ചയായതുകൊണ്ട് 2 FSCകളിലും എലമ്പുലാശ്ശേരിയും കോട്ടപ്പുറത്തും നാളെ പരിശോധനയില്ല. അപ്പോൾ ഇവിടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള രോഗികൾക്ക് ഇവിടെ വന്ന് പരിശോധിക്കാനാകും. പഞ്ചായത്തിന് പുറമേ നിന്നുള്ള ഏതെങ്കിലും രോഗികൾ, ശ്രീകൃഷ്ണപുരത്തോ പരിസരത്തോ ഒക്കെയുള്ള രോഗികൾക്ക്, പണ്ണമ്പറ്റയിലോ ഒക്കെയുള്ള രോഗികൾക്ക് ഇവിടെ വന്നാൽ അവരെയും പരിശോധിക്കാനുള്ള ക്രമീകരണം ഉണ്ടാവും. ഉച്ചവരെയാണ് നാം ക്യാമ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. നല്ല നിലയിൽ ഇതൊരു അറിയിപ്പായി കൂടി കണ്ട് എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ SSLC+2 ഉന്നത വിജയികളെയും LSS, USS, NMMS വിജയികളെയും നജീബ് കാന്തപുരം MLA നേതൃത്വത്തിൽ അനുമോദിച്ചു. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ മുഖ്യ അതിഥിയായിരുന്നു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ LSS, USS, NMMS ജേതാക്കളെയും SSLC+2 പരീക്ഷകളിലെ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും നജീബ് കാന്തപുരം MLA അനുമോദിച്ചു. ഇൻസ്പെറിയ 2026 എന്ന പേരിൽ ഷിഫ കൺവെൻഷൻ സെന്ററിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇൻസ്പയറിയ 26 എന്ന പേരിൽ ഷിഫ കൺവെൻഷൻ സെന്ററിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. അനുമോദന ചടങ്ങ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംസീന മുജീബ് അധ്യക്ഷത വഹിച്ചു. പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധ, അഡ്വക്കേറ്റ് S. അബ്ദുസലാം, മാളവിക തുടങ്ങിയവർ സംസാരിച്ചു. അലനല്ലൂർ ടൗണിൽ നിയന്ത്രണമിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു. ശനിയാഴ്ച രാവിലെ 8:30ഓടെയാണ് സംഭവം. കാറിലുണ്ടായിരുന്ന ഒരാൾക്ക് നിസ്സാരമായി പരിക്കേറ്റു. തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടവർ. മേലാറ്റൂർ ഭാഗത്തു നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടമായ വാഹനം ഇലക്ട്രിക് പോസ്റ്റിലും റോഡ് സൈഡിലെ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലും ഇടിച്ചാണ് നിന്നത്. കാറിൽ 4 പേരുണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഒരാൾക്ക് നിസാര പരിക്കേറ്റിരുന്നു. ഇവരെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആംബുലൻസിൽ കോയമ്പത്തൂരിലെ നാട്ടിലെത്തിച്ചു. ദുരിതക്കയത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് കൂടി കാരുണ്യത്തിന്റെ കൈത്താങ്ങുമായി CMN ട്രസ്റ്റ്. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിൽ രോഗബാധിതരായ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സംരക്ഷിക്കാൻ പാടുപെടുന്ന അവിവാഹിതയായ ഗീതയ്ക്കും കുടുംബത്തിനുമാണ് CMN ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ നായർ തങ്ങളുടെ എ ഹോം ഓഫ് യുവർ ഓൺ പദ്ധതിയിലൂടെ പുതിയ വീട് നിർമ്മിച്ചു നൽകുന്നതിനായി കാരുണ്യ ഹസ്തവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്.
ഈ നന്മക്കാഴ്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് പുതിയ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം കണ്ണാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ രാഗേഷ് ശുഭമുഹൂർത്തത്തിൽ നിർവഹിച്ചു. സ്വന്തം ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും അവഗണിച്ചാണ് ഗീത തന്റെ കുടുംബത്തിന്റെ തണലായി ജീവിക്കുന്നത്. സ്ട്രോക്ക് വന്ന് കിടപ്പിലായ പിതാവ്, മാനസിക വളർച്ചയെത്താത്ത 2 സഹോദരങ്ങൾ, ചികിത്സയിൽ കഴിയുന്ന മാതാവ് എന്നിവരടങ്ങുന്നതാണ് ഈ കുടുംബം. തകർന്നു വീഴാറായ ഇവരുടെ താൽക്കാലിക കൂര ഇനിയൊരു കാലവർഷം കൂടി താങ്ങാൻ കെൽപ്പില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഈ കുടുംബത്തിന്റെ ദയനീയമായ അവസ്ഥ ഗിരീഷ് കടുന്തുരുത്തിയാണ് CMN ട്രസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. വിവരമറിഞ്ഞയുടൻ ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ നായർ ഇവർക്ക് അഭയമൊരുക്കാൻ മുന്നോട്ട് വരികയായിരുന്നു. മുൻ വാർഡ് മെമ്പറും കോൺട്രാക്ടറുമായ പ്രമോദ് കെ ആണ് വീടിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ലളിതമായി സംഘടിപ്പിച്ച തറക്കല്ലിടൽ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശാലിനി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവകി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രസന്നകുമാരി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M പ്രമോദ്, വാർഡ് മെമ്പർ ആർ സിദ്ധാർത്ഥൻ, CMN ട്രസ്റ്റ് മാനേജർ സന്തോഷ് കയറാട്ട് എന്നിവരും സമീപവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. CMN ട്രസ്റ്റ് മാനേജർ സന്തോഷ് കയറാട്ട് എന്നിവരും സമീപവാസികളും പങ്കെടുത്തു. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഭീമൻ ജലസംഭരണി യാഥാർത്ഥ്യമാവുന്നു. 4 കോടി രൂപ ചെലവഴിച്ചാണ് സംഭരണിയുടെ നിർമ്മാണം നടത്തിയത്. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ജലസംരക്ഷണവും കാർഷിക ജലസേചനവും ലക്ഷ്യമിട്ടുകൊണ്ടാണ് 2 ഏക്കർ വിസ്തൃതിയിലുള്ള ജലസംഭരണിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 4 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കുളം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ വർഷം നിർമ്മാണം ആരംഭിച്ചെങ്കിലും വലിയ തോതിൽ ഉറവ വന്ന സാഹചര്യത്തിൽ താൽക്കാലികമായി പ്രവൃത്തികൾ നിർത്തിവെക്കുകയായിരുന്നു. തുടർന്ന് വേനലിൽ ആരംഭിച്ച പ്രവൃത്തികളാണ് ഇപ്പോൾ പൂർത്തിയായത്. കുളത്തിൽ നിന്നും കോരിയ മണ്ണ് ഉപയോഗിച്ച് ചുറ്റും ബണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. പ്രവൃത്തി പുരോഗതി വിലയിരുത്താൻ മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിൽ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. വേനൽക്കാലത്ത് നേരിടുന്ന വരൾച്ച പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട്. നെൽകൃഷി, പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കും തടസ്സമായ സാഹചര്യത്തിലാണ് ജലസേചനം ഉറപ്പുവരുത്തുന്നതിന് കുളം നിർമ്മിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത്. ജലസേചന സൗകര്യം ലഭ്യമായാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതോടൊപ്പം പുഞ്ചകൃഷി ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങളും കേന്ദ്രത്തിൽ നടപ്പാക്കാനാവും. കൂടാതെ ഫാം ടൂറിസത്തിന്റെ ഭാഗമായി കുളത്തിന് ചുറ്റും അലങ്കാര ചെടികളും മറ്റും വെച്ച് ആകർഷകമാക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഏറ്റവും വലിയൊരു കൃത്രിമ ജലസംഭരണി ഇവിടെ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു. എർത്തൻ ഡാമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. 5 മീറ്റർ ആഴത്തിൽ, 5 മീറ്ററിലധികം ആഴമുള്ള ഒരു സംവിധാനമാണ്. നേരത്തെ 2 മീറ്റർ ആഴമുണ്ടാക്കി അതിൽ നിന്ന് മണ്ണെടുത്ത് 4 പുറവും ബണ്ട് കെട്ടി ആ ബണ്ട് സ്ട്രോങ് ആയി കെട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. മാത്രമല്ല ഇത് 3 കോടി ലിറ്റർ ജലം സംഭരിക്കാൻ കഴിയുന്നതാണ്. ഇവിടുത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഏറെ പ്രയോജനം, ഇവിടുത്തെ റിസർച്ചിനൊക്കെ തന്നെ പ്രയോജനം ലഭിക്കും. ഇവിടുത്തെ പരിസരത്തെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അത് അവരുടെ വീടുകളിലെ വെള്ളത്തിനൊക്കെ ഇത് പ്രയോജനം ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് വളരെ നാച്ചുറലായിട്ട് സെറ്റ് ആവേണ്ടതാണ്. അപ്പോൾ ഈ മഴ കഴിഞ്ഞാൽ അടുത്ത മഴയും കൂടെ, അടുത്ത മഴയ്ക്ക് മുമ്പായിട്ടാണ് ബാക്കി സംവിധാനങ്ങൾ ചെയ്യുക. അത് സെറ്റാവാനുള്ള എടുക്കുന്ന ഒരു സമയമുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മറ്റു ഇതിലേക്ക് വരുന്ന ഇൻലെറ്റ്, അതുപോലെ ഔട്ട്ലെറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഓവർഹെഡ് ടാങ്ക്, അതുപോലെ ജലവിതരണം ചെയ്യാനുള്ള സംവിധാനം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. കൂടെ സൗന്ദര്യവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇത് സർവകലാശാലയ്ക്കും നെല്ല് ഗവേഷണ കേന്ദ്രത്തിനും അതുപോലെ തന്നെ ഈ പട്ടാമ്പിയിലെ ജനങ്ങൾക്കും ഏറെ. SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയവർക്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ആദരം. ചടങ്ങ് മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ പ്രവർത്തന പരിധിയായ മണ്ണാർക്കാട് നഗരസഭ, തെങ്കര പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ ഫുൾ A+കാർക്കാണ് ആദരം ഒരുക്കിയത്. ട്രോഫിയും ക്യാഷ് അവാർഡ്, കുട, പെൻ, നോട്ട് ബുക്ക് തുടങ്ങിയവയും നൽകി. ജീവിതത്തിലെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഠിന പരിശ്രമം വേണമെന്നും എത്ര ഉയർന്ന നിലയിലെത്തിയാലും മുതിർന്നവരോടുള്ള ആദരവും ചെറിയവരോടുള്ള വിനയവും കൈവിടരുതെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെയാണ്. അപ്പോഴാണ് നിങ്ങളോട് സമൂഹം കാണിച്ച ഈ സ്നേഹവും കരുണയും നിങ്ങൾ തിരിച്ചു സമൂഹത്തിൽ നീതിപൂർവ്വം പ്രവർത്തിക്കുക, എല്ലാവരോടും നന്നായി പെരുമാറുക,
സാമൂഹ്യ പ്രതിബദ്ധത എന്ന ഒന്ന്, സോഷ്യൽ കമ്മിറ്റ്മെന്റ്, അത് നിങ്ങൾക്കുണ്ടാവണം. മുതിർന്നവരെ ബഹുമാനിക്കണം. ചില ആളുകളൊക്കെ, ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്ര മുതിർന്നവരോടും വളരെ പരുഷമായി പെരുമാറണം. അവിടെയാണ് നിങ്ങൾ ഈ സ്നേഹം തിരിച്ചു കൊടുക്കുന്നത്. ചെറിയവരോട്, നിങ്ങളെക്കാൾ ചെറിയവരോട് വളരെ ലാളിത്യത്തോട്, കരുണയോടെ അവരെ കാണുക. അങ്ങനെയുള്ളൊരു സാമൂഹ്യ പ്രതിബദ്ധത. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളോട് മനസ്സിൽ ഒരു അരിവ് ഉണ്ടാവും. പല വിധത്തിൽ അവശതകൾ അനുഭവിക്കുന്ന ജനങ്ങളുണ്ടാവും. അവരിലേക്ക് നിങ്ങളുടെ ഒരു നോട്ടം എത്തണം. അപ്പൊ അങ്ങനെയാവുമ്പോഴാണ് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് അർത്ഥം ഉള്ളത്. നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ഡിഗ്രി അർത്ഥപൂർണമാണ്. നഗരസഭാധ്യക്ഷ കെ സജ്ന അധ്യക്ഷത വഹിച്ചു. തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഷീന, ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ, കൗൺസിലറും ബാങ്ക് മുൻ സെക്രട്ടറിയുമായ S അജയകുമാർ, കൗൺസിലർ ഷീബ, സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ താജുദ്ദീൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് റഷീദ് ബാബു, സെക്രട്ടറി P സുധാദേവി എന്നിവർ പ്രസംഗിച്ചു. SFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് മുസ്തഫ പഠന കേന്ദ്രം സംഘടിപ്പിക്കുന്ന ജില്ലാ പഠന ക്യാമ്പ് പട്ടാമ്പി SNGS കോളേജിൽ തുടങ്ങി. ശനിയാഴ്ച രാവിലെ SFI മുൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് നിതീഷ് നാരായണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. രണ്ട് ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത്. 6 സെഷനുകളിലായി വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയാണ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ ഒത്തുകൂടിയിരിക്കുന്നത്, ഒരു കാര്യം ഞാൻ ആമുഖമായിട്ട് പറയാം. നിങ്ങളോടെല്ലാം വലിയ അസൂയയോട് കൂടിയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്കെല്ലാം ഇപ്പോഴും SFI ആയി ജീവിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അസൂയയുടെ ഒരു കാരണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും തിരിച്ചു പോകാൻ വേണ്ടി പറ്റാത്ത, തിരിച്ചു കിട്ടാത്ത ചില കാലങ്ങളുണ്ട്. അത്തരം കാലമാണ് നമ്മുടെ വിദ്യാർത്ഥി കാലം എന്നുള്ളത്. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ SFI കാലം എന്നുള്ളത്. കാരണം SFI ഒരു വൈകാരികതയുണ്ട്. അത് എൻ്റെ SFI കാലം കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒന്നാക്കി മാറ്റാമായിരുന്നു എന്നുള്ളൊരു തോന്നലാണ്. എൻ്റെ SFI കാലം കുറെ കൂടി ആനന്ദകരമായിട്ടുള്ള ഒന്നാക്കി മാറ്റാമായിരുന്നു. കുറെ കൂടി നല്ല ഒരു SFI സഖാവായിട്ട് എനിക്ക് മാറാമായിരുന്നു എന്നുള്ളൊരു തോന്നലാണ്. SFI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാദുലി അധ്യക്ഷനായി. സംഘാടക സമിതി ചെയർമാൻ T ഗോപാലകൃഷ്ണൻ, SFI ജില്ലാ സെക്രട്ടറി VV അഭിഷേക്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S വിപിൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VS അനുജ, വിഷ്ണുപ്രിയ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ അഫ്സൽ, AA മുഹമ്മദ് മുസ്തഫ, B നന്ദു, ജില്ലാ വൈസ് പ്രസിഡന്റ് A മുഹമ്മദ് ഫായിസ് എന്നിവർ സംസാരിച്ചു. ഞായറാഴ്ച വൈകിട്ട് ക്യാമ്പ് സമാപിക്കും. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചെർപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് അനുമോദിച്ചു. വിദ്യാർത്ഥികൾക്ക് സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് കൂടി സമ്മാനിച്ചാണ് ബാങ്ക് ആദരം നൽകിയത്. ചെറുപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പരിധിയിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. 100ഓളം വിദ്യാർത്ഥികൾക്ക് നൽകിയ അനുമോദന പരിപാടി P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ, അതിന് സർക്കാർ നൽകുന്ന പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മക്കൾക്കൊക്കെ തന്നെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് രക്ഷാകർത്താക്കൾക്കുള്ള ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പഠിക്കാൻ ആവശ്യമായ വിദ്യാലയങ്ങളുടെ സൗകര്യം മെച്ചപ്പെടുത്താനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരിയ്ക്കുന്ന ക്ലാസ് മുറിയിലെ അടത്തുറപ്പുള്ള ക്ലാസ് മുറി മഴയും വെയിലും വന്നാൽ കൊള്ളാതെ ഇരിക്കണം, ഇരിക്കാനുള്ള ബെഞ്ച് വേണം, എഴുതാനുള്ള ഡെസ്ക് വേണം, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വേണം, കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ കറണ്ട് വേണം, ഇരിക്കുന്നവർക്കൊക്കെ തന്നെ വലിയ ചൂട് വരുമ്പോൾ ഫാന് വേണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്ത്. പണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ ഇപ്പോൾ സ്കൂളിൽ പോയാല് സാധാരണ ഒരു ബെഞ്ച് ശരിയായ രൂപത്തിൽ ഇരിക്കണമെങ്കിൽ 4 കാല് വേണം.
ബെഞ്ചാണെങ്കിൽ ബെഞ്ചാണെങ്കിൽ ചിലപ്പോൾ ചില ബെഞ്ചിന് 4 കാലം ഉണ്ടാവില്ല, 3 കാലം ഉണ്ടാവില്ല. മാർച്ചിരിക്കുന്ന കസാലക്ക് തന്നെ ചിലപ്പോൾ 4 കാലം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ്, ഞാൻ കുറ്റം പറയില്ല. എഴുതിയാൽ ബ്ലാക്ക് ബോർഡിൽ എഴുതിയാൽ പിടിക്കൂല. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ അതിലൊക്കെ മാറ്റം വന്നു. നമ്മുടെ വിദ്യാലയങ്ങൾ മെച്ചപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞേക്കുന്നത്. ആ നിലയിൽ പൊതുവിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. പണം ഇല്ലാത്തതിന്റെ കുട്ടികൾ പഠിച്ച് വളർന്ന് വലുതാവണം എന്നുള്ളത് തന്നെയുണ്ട്. അതുകൊണ്ടാണ് വിവിധ കാലങ്ങളിലെ ഗവൺമെന്റുകൾ ഫീസ് സൗജന്യമാക്കി കൊടുത്തത്. ചെർപ്പളശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ കവിരാജ് മുഖ്യാതിഥിയായി. വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായി സർവീസ് ബാങ്കിന്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നൽകിയാണ് ബാങ്ക് അധികൃതർ അനുമോദന പരിപാടി വ്യത്യസ്തമാക്കിയത്. ബാങ്ക് പ്രസിഡന്റ് ഷാജി പാറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സൗമ്യ കെ, ബാങ്ക് വൈസ് പ്രസിഡന്റ് രാജഗോപാലൻ, മുൻ ബാങ്ക് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് ഡയറക്ടർമാരും ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു. അശ്വൻ കൃഷ്ണ ML ദേവനന്ദ ബിനോ ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ ഉദ്ഘാടനം ചെയ്തു. വളരെ കഷ്ടപ്പെട്ടു. അതിനെതിരെ അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് പൊരുതിയുമാണ് ഇന്നത്തെ വിജയം കൈവരിക്കാനായി കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളെയും അഭിനന്ദിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ഭാവിയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നിങ്ങളുടെ ഇന്നത്തെ വിജയം കൊണ്ട് കൈവരിക്കാൻ കഴിയും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. ബാങ്ക് പ്രസിഡന്റ് K വിജയകുമാർ അധ്യക്ഷനായി. അറിവിന്റെ പുതിയ കാലം, പഠനത്തിന്റെ പുതിയ വഴികൾ എന്ന വിഷയം വിദ്യാഭ്യാസ പ്രവർത്തകൻ PT മഹേഷ് വിഷയം അവതരിപ്പിച്ചു. നിരവധി ദേശീയ അന്തർദേശീയ റെക്കോർഡുകൾ കരസ്ഥമാക്കിയ ദേവദത്ത് ദീപകിനെ അനുമോദിച്ചു. ബാങ്ക് സെക്രട്ടറി N ലത, KP നൌഷാദ് അലി എന്നിവരും സംസാരിച്ചു. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് KTM ഹൈസ്കൂൾ വിജയോത്സവവും മന്ത്രി N ഷംസുദ്ദീന് സ്വീകരണവും നൽകി. വിജയോത്സവം മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ SSLC പരീക്ഷയിൽ മണ്ണാർക്കാട് KTM ഹൈസ്കൂൾ 100% വിജയം നേടിയിരുന്നു. മന്ത്രിയായ ശേഷം ആദ്യമായി സ്കൂളിലെത്തിയ N ഷംസുദ്ദീന് സ്വീകരണം നൽകി. വിജയോത്സവം മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട്ടെ ഒരുവിധം പൊതുരംഗത്തൊക്കെ സജീവമായിട്ടുള്ള ആളുകളുടെയൊക്കെ വിദ്യാലയം KTM സ്കൂളാണ്. വളരെ പ്രഗത്ഭമതികളായ ആളുകൾ ഇവിടെ പഠിച്ചു കടന്നു പോയിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ ഈ ഹാളിലുള്ള ഈ ഗ്രാഫ് ഞാൻ പലപ്പോഴും പലയിടത്തും അത് കോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു സ്കൂളുണ്ട്. 2004 അവരുടെ വിജയ ശതമാനം 17ആണ്. 2005 27ആണ്. അങ്ങനെ ക്രമേണ 2015 എത്തുമ്പോഴാണ് അത് 100% എത്തുന്നത്. പിന്നീട് അവിടെ നിന്നിങ്ങോട്ട് എല്ലാ വർഷവും 100%മാണ്. 2018 99 കേവലം സാങ്കേതികമാണ്. ഒരു കുട്ടി സുഖമില്ലാത്തതുകൊണ്ട് പരീക്ഷ എഴുതാതെ പോയത്. അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ സ്കൂളിൻ്റെ അഭിമാനകരമായ ചരിത്രം ഈ മണ്ഡലത്തിലും ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ഡലത്തിന് പുറത്തും പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ മറ്റ് ചില ജില്ലകളിലും ഈ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. നഗരസഭാ അധ്യക്ഷ K സജന അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷൻ K ബാലകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷ സലീന വേളക്കാടൻ, കൗൺസിലർ ഷീബ സുധീഷ്, മാനേജ്മെന്റ് പ്രതിനിധി സതീഷ്, PTA പ്രസിഡന്റ് രാധാകൃഷ്ണൻ മണ്ണാർക്കാട്, പൂർവ്വ വിദ്യാർത്ഥികളായ KPS പയ്യനടം, M പുരുഷോത്തമൻ, KC സച്ചിദാനന്ദൻ, പ്രധാനാധ്യാപകൻ AK മനോജ്, TK കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലപ്പുഴ യൂണിറ്റ് അനുമോദന സദസ്സ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു.
ഈ വർഷം SSLC+2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കൾക്കും വല്ലപ്പുഴ പഞ്ചായത്തിൽ നിന്നും MBBS കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായി മാറിയ ഡോക്ടർമാർക്കും നീറ്റ് പരീക്ഷയിൽ 80ാം റാങ്ക് നേടിയ ഡോക്ടർക്കുമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലപ്പുഴ യൂണിറ്റ് അനുമോദനമൊരുക്കിയത്. KSM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ കഠിനാധ്വാനവും ലക്ഷ്യബോധത്തോടെയുള്ള പഠനവും നിങ്ങളുടെ രക്ഷിതാക്കളുടെ പിന്തുണയും അധ്യാപകരുടെ പിന്തുണയും കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചത്. ഉന്നത വിജയം നേടിയ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദ്യമായിട്ട് തന്നെ നിങ്ങളെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. പിന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വല്ലപ്പുഴയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലായാലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലായാലും മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. ആ ഒരു ഇതിലൂടെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്കും വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രചോദനമാകാൻ ഇങ്ങനെ ഒരു അനുമോദനങ്ങൾക്ക് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞത് അത് അഭിനന്ദനം അറിയിക്കേണ്ട കാര്യം തന്നെയാണ്. ഇത് കാലങ്ങളായി ചെയ്യുന്ന കാര്യമാണ്. സമിതി യൂണിറ്റ് പ്രസിഡന്റ് MPM മുസ്തഫ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി മുജീബ് ആലിക്കൽ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സെയ്ദ് കോടനാട്, AK ദേവദാസ്, അബ്ദുൽ സലാം, KC അബ്ദുറഹ്മാൻ, KC നാസർ, അഷ്റഫ് അലി, കോയ മുഹാജി, ഷംസുദ്ദീൻ, ഷാജി, വല്ലപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറി A നൌഫൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ രാംദാസ്, വർക്കിംഗ് പ്രസിഡന്റ് CK ഉബൈദ്, രക്ഷാധികാരി ദാവൂദ് ഹാജി, സലീം പാറക്കൽ എന്നിവർ സംസാരിച്ചു. വല്ലപ്പുഴ പഞ്ചായത്തിൽ നിന്നും സ്ഥലമാറിപ്പോകുന്ന സെക്രട്ടറി A നൌഫലിനും വിദ്യാർത്ഥികൾക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വക ഉപഹാരങ്ങൾ നൽകി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് പുന്നാമ്പറമ്പ് ADSന്റെയും വാർഡ് മെമ്പർ വിദ്യാലക്ഷ്മിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ SSLC+2 LSS USS വിജയികളായ വാർഡിലെ മുഴുവൻ കുട്ടികളെയും അനുമോദിച്ചു. അനുമോദന ചടങ്ങ് ഡോക്ടർ P സരിൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ വിദ്യാലക്ഷ്മി, ബ്ലോക്ക് മെമ്പർ CV അനിത, CDS മെമ്പർ ജ്യോതി, ADS പ്രവർത്തകർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് വിഷരഹിത പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി വാർഡിൽ പച്ചക്കറി തൈ വിതരണവും നടത്തി. SYS കൊപ്പം മേഖലാ കമ്മിറ്റിയുടെ വാഗ്മയം സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ യുവത അതിന്റെ ചൈതന്യം വീണ്ടെടുക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഉള്ളതെന്ന് യുവത്വത്തിന്റെ ഉണർവാണ് സൂചിപ്പിക്കുന്നതെന്ന് ബിജുമോൻ പന്തിരുകുലം പറഞ്ഞു. കൊപ്പം GNCC ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഷഫീഖ് തെക്കുമല അധ്യക്ഷത വഹിച്ചു. SYS ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ജലീൽ അസനി അലൂർ മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൾ ഖാദർ സഖാഫി പൈലിപ്പുറം, റഫീഖ് പ്രഭാപുരം, ശിഹാബുദ്ദീൻ കരിങ്ങനാട്, ഷബീർ കരിങ്ങനാട്, ഷാഫി വിളയൂർ എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബജറ്റ് ഷൊർണൂർ മണ്ഡലത്തിന് ഒന്നുമില്ലാത്തതിൽ പ്രതികരിച്ച് P മമ്മിക്കുട്ടി MLA. ബജറ്റിന് മുമ്പ് പുതിയ പ്രപ്പോസൽ സമർപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന MLA. തുടർ ചർച്ചകളിൽ പദ്ധതി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കഴിയുമെന്നും MLA. UDF ഭരിക്കുന്ന തച്ചമ്പാറ പഞ്ചായത്തിൽ വൻ സാമ്പത്തിക തിരിമറി. 13 ലക്ഷത്തോളം രൂപ ക്രമവിരുദ്ധമായി മാറ്റിയെന്ന് കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 താൽക്കാലിക ജീവനക്കാരെ ജോലിയിൽ നിന്ന് മാറ്റി. പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും അനുമതിയില്ലാതെ ഫണ്ട് വകമാറ്റാൻ ആവില്ലെന്ന് പ്രതിപക്ഷം. ചെർപ്പളശ്ശേരിയിലെ ഗതാഗത പരിഷ്കരണം. പഴയ ബസ് സ്റ്റാൻഡ് അടച്ചതോടെ ദുരിതത്തിലെന്ന വ്യാപാരികൾ. ബസ്സുകൾ ഇതുവഴി വരാൻ നടപടി ആവശ്യപ്പെട്ട നഗരസഭയ്ക്ക് നിവേദനം നൽകി. കടകൾ അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലെന്നും വ്യാപാരികൾ. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് നടപ്പിലാക്കാൻ പോകുന്ന സമഗ്ര ആസ്തി വിവര ഡിജിറ്റൽ സർവേയെ ചൊല്ലി വിവാദം. സർവേ പഞ്ചായത്ത് ഫണ്ട് ദുരുപയോഗം ചെയ്യാനെന്ന മുൻ പഞ്ചായത്ത് അംഗം K കോയ. എല്ലാ ചട്ടങ്ങളും പാലിച്ചു മാത്രമേ പദ്ധതി നടപ്പാക്കൂ എന്ന് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ. ഒറ്റപ്പാലത്തുകാർ കാത്തിരുന്ന ഫിലിം സിറ്റി കൊച്ചിയിലേക്ക്. ബജറ്റിൽ കൊച്ചിയിൽ പദ്ധതി പ്രഖ്യാപിച്ചതോടെ ഒറ്റപ്പാലത്തിന് നിരാശ. 2012 ബജറ്റിൽ ഒറ്റപ്പാലത്ത് പ്രഖ്യാപിച്ച പദ്ധതിയാണ് സ്ഥലം കണ്ടെത്തിയിട്ടും നടക്കാനാവാതെ പോകുന്നത്. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ യാത്രക്കാർക്ക് ആശ്വാസം. ഓങ്ങല്ലൂരിലെ തകർന്ന സർവീസ് റോഡ് പുനർനിർമ്മിച്ച് പാത ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ചരക്ക് വാഹനങ്ങൾക്ക് പാതയിൽ നിയന്ത്രണം തുടരും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.